ഹലോ, നമ്മൾ അവഞ്ചേഴ്സ് ക്ലാസ് തുടങ്ങിയത് തൊട്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷൻസിന്റെ ഒക്കെ ചാറ്റിലും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ Q&A സെഷനിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ചില ആളുകളൊക്കെ പിന്നെ പേഴ്സണലായും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു നമുക്ക് SSLCക്ക് വേണ്ടി ഒരു സ്റ്റഡി ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരണം എന്ന് ഒരുപാട് ആളുകൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ 2022 SSLCക്ക് വേണ്ടി ഒരു സ്റ്റഡി ഷെഡ്യൂള് തയ്യാറാക്കി വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായി പറയാനുള്ളത്, സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് പ്രധാനമായും ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തത ഉണ്ടാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വ്യത്യസ്തമായിരിക്കും മിക്കവാറും ആളുകൾക്ക്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന സമയം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായും നമ്മളുടെ ടൈം ടേബിളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഏകദേശം ഒരു പാറ്റേൺ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിൽ നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് SSLCക്ക് ഫുൾ A+ തന്നെ ഇതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കിട്ടുമെന്നുള്ള ഒരു ഷുവർ ആയിട്ടുള്ള ഒരു അഷ്യൂർമെന്റ് തരികയാണ് ആദ്യമായി തന്നെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ സ്റ്റഡി ടൈം ടേബിളിലേക്ക് പോവാണ്. ചില ആളുകളെങ്കിലും പറയണ്ടാവും, ഇനി ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല, കാരണം ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനി എന്താക്കാനാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ 0-ൽ കൂടി നമുക്കത് ഫുൾ A+ എത്തിക്കാൻ കഴിയും. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കാണല്ലേ. 2022 ജനുവരി 1 പുതിയ വർഷമാണ്, പുതിയ പ്രതീക്ഷകളാണെന്നൊക്കെയാണ് നമ്മൾ പറയാം. ആ നിലക്ക് പുതിയ ഒരു ടൈം ഷെഡ്യൂളും പുതിയ ഒരു ടൈം ടേബിളും ഒക്കെ നമ്മൾ തീർച്ചയായും ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിൽ ഇനി എത്ര ദിവസങ്ങളാണ് ബാക്കിയുള്ളത്? 2022 ജനുവരി 1 മുതൽ മോഡൽ എക്സാമിന്റെ തലേന്ന് വരെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 79 ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. 79 ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ നമ്മുടെ കയ്യിലുള്ള 79 ദിവസങ്ങളെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനെ 3ആയി തിരിക്കുകയാണ്. എന്താണ് ആ 3ആയി തരംതിരിക്കൽ? ഒന്നാമതായി ജനുവരി 1 മുതൽ ഫെബ്രുവരി 19 വരെ, ജനുവരി 1 മുതൽ ഫെബ്രുവരി 19 വരെ, അതായത് 50 ദിവസം. 50 ദിവസം എന്താണ്? സ്റ്റഡി ഷെഡ്യൂളാണ്. അതായത് നമുക്ക് പാഠഭാഗങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുള്ള സമയമാണ്. അത് പഠിക്കാൻ വേണ്ടിയുള്ള സമയമാണ്. അപ്പൊ ഇതുവരെ കുറെയൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ആ ബാക്കി ഭാഗങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ പോർഷൻ ഈ ഒരു 50 ദിവസം കൊണ്ട് കവർ ചെയ്യണം. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ടൈം ടേബിളിൽ വരും. ഓക്കെ, അതിനുശേഷമുള്ള 19 ദിവസങ്ങൾ, ഫെബ്രുവരി 19 മുതൽ മാർച്ച് 10 വരെയുള്ള 19 ദിവസങ്ങൾ ഒന്നാമത്തെ റിവിഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ IT പരീക്ഷ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒക്കെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിവിഷൻ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ 19 ദിവസങ്ങൾ നമ്മൾ ഒന്നാമത്തെ റിവിഷൻ, അതായത് ഈ 50 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റർ, ഫുൾ ഫോക്കസ് ഏരിയയുടെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നു. അതിനുശേഷം 19 ദിവസങ്ങൾ ഒന്നാമതായി അത് വീണ്ടും റിവൈസ് ചെയ്യുന്നു, ഫുൾ ആയി റിവൈസ് ചെയ്യുന്നു. പിന്നെയുള്ള മാർച്ച് 11 മുതൽ 20 വരെയുള്ള 10 ദിവസങ്ങൾ വീണ്ടും രണ്ടാമത്തെ റിവിഷന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. വീണ്ടും അത് പഠിക്കും. അപ്പൊ ഇങ്ങനെ, അതായത് ഒരു 50 ദിവസം കൊണ്ട് മൊത്തം പഠിക്കുന്നു, പിന്നെ 19 ദിവസം കൊണ്ട് അത് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു, പിന്നെ 10 ദിവസം കൊണ്ട് പിന്നെയും റിവൈസ് ചെയ്യുന്നു. ഈ രൂപത്തിൽ 3 തവണ ഫുൾ ഫോക്കസ് ഏരിയ പോർഷനിലൂടെ നമ്മൾ യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോൺഫിഡൻസോടുകൂടി മോഡൽ എക്സാമിന്റെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കതിന് സാധിക്കും അല്ലെ. അപ്പോ ആ രൂപത്തിൽ ഇനി രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത് സബ്ജക്ട് ഡിവിഷനാണ്. സബ്ജക്ട് ഡിവിഷൻ നമുക്ക് കുറെ സബ്ജക്ട് ഉണ്ട്. നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി എന്നൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കാണ് അല്ലെ. നമ്മൾ അതിനൊന്ന് ഓർഡർ ആക്കാൻ പോവാൻ. എന്താണ് ഓർഡർ? 3 ഗ്രൂപ്പുകളായി നമ്മുടെ മൊത്തം സബ്ജക്റ്റുകളെ നമ്മൾ മാറ്റാൻ പോവാൻ. ഏതാ 3 ഗ്രൂപ്പുകൾ? ഒന്നാമത്തെ ഗ്രൂപ്പ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് നമ്മുടെ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്റ്റുകൾ ഒരു ഗ്രൂപ്പായി, ഒന്നാമത്തെ ഗ്രൂപ്പായി നമ്മൾ മാറ്റുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിൽ 33 യൂണിറ്റുകളാണ് അതിൽ ടോട്ടലായി ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 2 ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി, അതായത് നമ്മുടെ സോഷ്യൽ സയൻസ്. ആ സോഷ്യൽ സയൻസിന് മാത്രമായിട്ട് തന്നെ ഏകദേശം 21 യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പോൾ ആ 21 യൂണിറ്റുകളിലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനിയോ ഗ്രൂപ്പ് 3 ആയിക്കൊണ്ട് ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ IT, മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, IT പോലെയുള്ള, അതിൽ ഇപ്പൊ ലാംഗ്വേജിലൊക്കെ പിന്നെ യൂണിറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നിലക്ക് ഈ 3 ഗ്രൂപ്പുകളായി നമ്മൾ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തു. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ജക്ട് ഡിവിഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ പോകുന്നത് ടൈം ഡിവിഷനിലേക്കാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഓരോ ദിവസത്തെയും സമയം നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇതൊരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങനെ കുറച്ചിങ്ങനെ തിങ്കളാഴ്ച അത് പഠിക്കുക, ചൊവ്വാഴ്ച ഇത് പഠിക്കുക, അങ്ങനെ ആ രൂപത്തിലല്ല. നമ്മുടെ ദിവസത്തെ സമയത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതിൽ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും
അതായത് പുതിയ വർഷമാണ് അല്ലെ, ഈ വർഷത്തിന്റെ തുടക്കം തൊട്ട് SSLC എക്സാമിന്റെ തലേന്ന് വരെയെങ്കിലും നമ്മൾ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 3.5 മണിക്കൂറെങ്കിലും SSLC പഠനത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കണം. നമ്മുടെ പഠനത്തിന് വേണ്ടിയും റിവിഷന് വേണ്ടിയും മാത്രമായി 3.5 മണിക്കൂർ ഒരു ദിവസം, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമ്മുടെ ഉറക്കം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ സ്കൂൾ പോക്ക്, അതുപോലെ തന്നെ 7 മണിക്കുള്ള നമ്മുടെ അവഞ്ചേഴ്സ് ക്ലാസ്, അതൊക്കെ അതിനൊക്കെ പുറമെ നമ്മൾ 3.5 മണിക്കൂർ സമയം കണ്ടെത്തണം. ആ 3.5 മണിക്കൂർ ഒറ്റയടിക്ക് 3.5 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണോ? അതല്ല, മറിച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയത്തെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 4 സമയങ്ങളായിക്കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് ക്വാളിറ്റി ടൈമാണ്. എന്താണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്? ഓരോരുത്തർക്കും ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും പഠിച്ച പെട്ടെന്ന് തലയിൽ കയറുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ സമയം എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നു മാത്രം. മിക്കവാറും ആളുകൾക്ക് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അതിരാവിലെ ആയിരിക്കും. നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന സമയം, വളരെ ഫ്രഷ് ആൻഡ് കൂൾ ആയിട്ടുള്ള, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറുന്ന ആളുകളായിരിക്കും മിക്കവാറും ആളുകൾ. അവർക്ക് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഒരു 5 മണിക്ക് എഴുന്നേറ്റ്, അല്ലെങ്കിൽ 5:30 എഴുന്നേറ്റ്, പിന്നെ 5:30 മുതലാണെങ്കിൽ ഒരു 7 മണി വരെയുള്ള ആ ഒരു സമയമായിരിക്കും ക്വാളിറ്റി ടൈം. ആ സമയത്ത് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിലേക്കും പോകരുത്. ആ സമയം നമ്മൾ പൂർണ്ണമായും ആ 1.5 മണിക്കൂർ പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈം ടേബിളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ടൈം 1.5 മണിക്കൂർ, ഒരു ദിവസം ക്വാളിറ്റി ടൈം 1.5 മണിക്കൂർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, രണ്ടാമത്തത് സ്റ്റഡി ടൈം 1 എന്ന് പറയുന്നത് 1 മണിക്കൂർ. അതല്ലാത്ത ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കേണ്ടി വരും അല്ലെ. അപ്പൊ രാത്രി അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുണ്ടാവില്ല. അപ്പൊ രാത്രിയിൽ 1 മണിക്കൂർ ആക്കാം. ആ രൂപത്തിൽ സ്റ്റഡി ടൈം 1 എന്ന് പറയുന്നത് 1 മണിക്കൂർ. അതല്ല, രാത്രി ഒരുപാട് പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ 5 മണിക്കോ 5:30 എഴുന്നേൽക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അവർ 6 മണിക്കോ 6:30 എഴുന്നേൽക്കുന്നെങ്കിൽ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റഡി ടൈം 1 അതായത് ക്വാളിറ്റി ടൈം രാവിലെ ആണെങ്കിൽ സ്റ്റഡി ടൈം 1 മിക്കവാറും രാത്രി ആയിരിക്കും, നേരെ തിരിച്ചു. ഇനി സ്റ്റഡി ടൈം 2 എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ കണ്ടെത്തേണ്ട അരമണിക്കൂറാണ്. നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ട നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും പ്രധാനമായും സ്റ്റഡി ടൈം 2-ൽ വരുന്നത്. അതൊരു 30 മിനിറ്റ് നമ്മൾ കാണാം. ഇപ്പോൾ വേണമെങ്കിൽ അതൊരു വൈകുന്നേരങ്ങളിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് ക്ലാസ് കഴിഞ്ഞ് തൊട്ട് ശേഷമായിരിക്കാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ സ്റ്റഡി ടൈം 1-ന് വേണ്ടി ഇരിക്കാം. ആ രൂപത്തിൽ ഒരു 30 മിനിറ്റ് കാണാം. അതിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ ടൈം എന്ന് പറയുന്നത്. ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ റിവിഷൻ ടൈമായും കൊണ്ടും നമ്മൾ മാറ്റിവെക്കണം. ഒരു ദിവസം അരമണിക്കൂർ റിവിഷൻ. ആ റിവിഷൻ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് തലേ ആഴ്ച ഇതേ ദിവസം, അതായത് ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ തൊട്ട് തലേ തിങ്കളാഴ്ച നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയും അതേപോലെ തന്നെ മാത്സിലും ഫിസിക്സിലും ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കാനുണ്ടാവും അല്ലെ. ആ പ്രോബ്ലം സോൾവിങ് ടൈമായും റിവിഷൻ ടൈമായും 30 മിനിറ്റ് അതിനു വേണ്ടിയും മാറ്റിവെക്കുക. ഈ രൂപത്തിലാണ് നമ്മുടെ ഒരു ദിവസത്തെ 3.5 മണിക്കൂറിനെ ഈ രൂപത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരും. ഇനി എന്ത് ചെയ്യുന്നു, ഇനി അങ്ങോട്ടുള്ള ആഴ്ചയിലെ ടൈം ടേബിൾ ആണ് ഈ കാണുന്നത്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓരോ ദിവസത്തെയും, അതായത് തിങ്കളാഴ്ച എടുക്കുക. തിങ്കളാഴ്ചയിലെ ക്വാളിറ്റി ടൈമിൽ എന്ത് പഠിക്കണം, സ്റ്റഡി ടൈം 1-ൽ എന്ത് പഠിക്കണം, സ്റ്റഡി ടൈം 2-ൽ എന്ത് പഠിക്കണം, റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓരോന്നായി എടുക്കാം. മൺഡേ, തിങ്കളാഴ്ച എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് 1-ലെ ഒരു സബ്ജക്ട് എടുക്കുക, ഫിസിക്സ്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്. സ്റ്റഡി ടൈം 1-ൽ ജോഗ്രഫി എടുക്കുന്നു, സ്റ്റഡി ടൈം 2-ൽ ഇംഗ്ലീഷ് എടുക്കുന്നു. റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യുന്നു, തൊട്ട് തലേ തിങ്കളാഴ്ച നമ്മൾ എന്ത് പഠിച്ചോ ആ സബ്ജക്റ്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. ഓക്കെ, ട്യൂസ്ഡേ ആണെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നു, കെമിസ്ട്രി പഠിക്കുന്നു ഗ്രൂപ്പ് 1-ലെ, ഗ്രൂപ്പ് 2-ലെ ഹിസ്റ്ററി പഠിക്കുന്നു, ഗ്രൂപ്പ് 3-ലെ ഹിന്ദി പഠിക്കുന്നു. തൊട്ട് തലേന്നുള്ള ചൊവ്വാഴ്ച എന്ത് പഠിച്ചോ അത് റിവൈസ് ചെയ്യുന്നു, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നു. ഇനി വെനസ്ഡേ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് 1-ലെ മാത്സ് എടുക്കുന്നു, ഗ്രൂപ്പ് 2-ലെ ജോഗ്രഫി എടുക്കുന്നു, വീണ്ടും ജോഗ്രഫി, ഗ്രൂപ്പ് 3-ലെ മലയാളം എടുക്കുന്നു. തൊട്ട് തലേ ബുധനാഴ്ച എന്ത് പഠിച്ചോ അത് റിവൈസ് ചെയ്യുന്നു, അതിന് അരമണിക്കൂർ മാറ്റി വെക്കുന്നു. തേഴ്സ്ഡേ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് 1-ലെ ബയോളജി എടുക്കുന്നു, ഗ്രൂപ്പ് 2-ലെ ഹിസ്റ്ററി എടുക്കുന്നു, വീണ്ടും ഹിസ്റ്ററി എടുക്കുന്നു, ഗ്രൂപ്പ് 3-ലെ ലാംഗ്വേജ് എടുക്കുന്നു. റിവിഷൻ ടൈമിൽ തൊട്ട് തലേ വ്യാഴാഴ്ച എന്ത് പഠിച്ചു അത് ചെയ്യുന്നു. വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് 1-ലെ മാത്സ് വീണ്ടും എടുക്കുന്നു. എന്തിനാ മാത്സ് വീണ്ടും എടുക്കുന്നത്, അതിൽ നമുക്ക് 11 യൂണിറ്റുകൾ ഉണ്ട്. അതിൽ തന്നെ ചില ആളുകൾക്ക് ടഫ് കൂടുതലൊക്കെ ആയിരിക്കും അല്ലെ. ആ നിലക്ക് മാത്സിന് ഒരു ദിവസം കൂടി നമ്മൾ കൊടുക്കുകയാണ്. ആ നിലക്ക് മാത്സ് എടുക്കുന്നു. രണ്ടാമത് ജോഗ്രഫി വീണ്ടും എടുക്കുന്നു, ഹിന്ദി എടുക്കുന്നു ഗ്രൂപ്പ് 3-ലെ സ്റ്റഡി ടൈം 2-ൽ. അതുപോലെ തന്നെ റിവിഷൻ ടൈമിൽ തൊട്ട് തലേ വെള്ളിയാഴ്ച എന്ത് പഠിച്ചു അത് റിവൈസും അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലം സോൾവിങ്ങിനും അരമണിക്കൂർ. സാറ്റർഡേ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്വാളിറ്റി ടൈമിൽ
ഇത് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ക്വാളിറ്റി ടൈമിൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ സയൻസ് ആൻഡ് മാത്സ് ആണ് എടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളത്. സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി ടൈമിൽ തന്നെ പിന്നെ നമ്മുടെ ഹിസ്റ്ററി ഓർ ജോഗ്രഫി അതായത് സോഷ്യൽ സയൻസ് പഠിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില സോഷ്യൽ സയൻസ് പിന്നെ ചാപ്റ്റേഴ്സ് കുറച്ച് നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടിയൊക്കെ പഠിക്കേണ്ട കുറെ വിഷയങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്കറിയാം ഏത് ചാപ്റ്ററാണ് നമുക്ക് ആ രൂപത്തിൽ പ്രശ്നമായിട്ട് തോന്നുന്നത് എങ്കിൽ ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ സാറ്റർഡേ ഉള്ള ക്വാളിറ്റി ടൈമിലുള്ള സോഷ്യൽ സയൻസിന്റെ സമയം ഉപയോഗപ്പെടുത്തുക. ആ സാറ്റർഡേ അതായത് ശനിയാഴ്ച സ്റ്റഡി ടൈം 1 നമ്മൾ സയൻസ് സബ്ജക്റ്റുകളും മാത്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ബയോളജിയിലെ പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ആ സാറ്റർഡേ ഉള്ള പിന്നെ ഗ്രൂപ്പ് 1 സബ്ജക്റ്റായി നമുക്കത് എടുക്കാം. അപ്പോൾ കുറച്ച് സിമ്പിളായി തോന്നുന്നത് പിന്നെ ശനിയാഴ്ച സ്റ്റഡി ടൈം 1 നമ്മൾ പഠിക്കുക, സ്റ്റഡി ടൈം 2 വീണ്ടും ഗ്രൂപ്പ് 3 ഒരു സബ്ജക്റ്റ് എടുക്കുക, അതേപോലെ തന്നെ റിവിഷൻ ടൈമിൽ റിവൈസ് ചെയ്യുക. സൺഡേ അതായത് ഞായറാഴ്ച നമ്മൾ പൂർണ്ണമായും റിവിഷന് വേണ്ടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ ചുവപ്പ് കളർ ഉള്ളതുകൊണ്ട് അന്ന് അവധിയാണെന്നുള്ള എനിക്കെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആഴ്ച പഠിച്ചത് മുഴുവനായും കൊണ്ടും റിവൈസ് ചെയ്യാനുള്ള ദിവസമാണ് സൺഡേ. സൺഡേ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആഴ്ച ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഒരാഴ്ച പഠിച്ചത് മുഴുവനായി നമ്മൾ എന്ത് ചെയ്യുന്നു, സൺഡേ റിവൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പിന്നെ തൊട്ട് തലേ ആഴ്ച അങ്ങനെ 2 രൂപത്തിൽ നമ്മുടെ റിവിഷൻ, നമ്മുടെ സ്റ്റഡി ഷെഡ്യൂളിന്റെ കൂടെ തന്നെ 2 രൂപത്തിൽ നമ്മൾ റിവിഷനും കൊണ്ടുപോകാൻ, അതായത് ഒരാഴ്ച പഠിച്ചത് മുഴുവൻ സൺഡേ റിവൈസ് ചെയ്യുന്നു, തൊട്ട് തലേ പിന്നെ ആഴ്ച പഠിച്ചത് റിവിഷൻ ടൈമിൽ നമ്മൾ അവിടെയും റിവൈസ് ചെയ്യുന്നു. ആ രൂപത്തിൽ നമ്മുടെ സ്റ്റഡി ഷെഡ്യൂളിന്റെ കൂടെ തന്നെ റിവിഷനും കൊണ്ടുപോകുമ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിച്ചാൽ നമ്മൾ നന്നായി പഠിച്ചതായിരിക്കും, പിന്നെ എക്സാം എടുക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നുള്ള അവസ്ഥ. അത് എന്തുകൊണ്ടാണ്? റിവിഷൻ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ ഓരോ ആഴ്ചയും തൊട്ട് തലേന്ന് പഠിച്ചതടക്കം ഓരോ ദിവസവും റിവിഷൻ നടക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഫെബ്രുവരി 19 വരെ ഇതേ രൂപത്തിൽ ഓരോ ആഴ്ചയും ഇതേ രൂപത്തിൽ പോവുക. അതിൽ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഫിസിക്സ് കൊടുത്തു, ഗ്രൂപ്പ് 1 സബ്ജക്ട് ഫിസിക്സ് കൊടുത്തു, ആ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ പിന്നെ ആ ഒരു പിന്നെ ചാപ്റ്റർ ഫുള്ളായിട്ട് തീർക്കണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പരമാവധി തീർക്കുകയാണ് വേണ്ടത്. അഥവാ ചില ചാപ്റ്റേഴ്സ് എങ്കിലും ഇപ്പൊ മാത്സിലെ ട്രിഗ്നോമെട്രി ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്ന വിഷയങ്ങൾ മാത്രം ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ എടുക്കുക, ബാക്കിയൊക്കെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം തന്നെ. കാരണം നമുക്ക് ഞായറാഴ്ചകൾ പിന്നെ പോകും. അതുപോലെ തന്നെ ടോട്ടൽ 33 യൂണിറ്റുകളാണ് നമുക്ക് ഗ്രൂപ്പ് 1 അപ്പൊ 50 ദിവസങ്ങളിൽ നിന്ന് ഞായറാഴ്ചകൾ പോയാൽ തന്നെ അത്രയും ദിവസങ്ങൾ കുറഞ്ഞു. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിനും ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ എടുക്കാൻ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ തീർക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്തിൽ. അതുപോലെ തന്നെ ജോഗ്രഫിയിലും അങ്ങനെ ഓരോന്നിലും ഒരു ചാപ്റ്റർ തീർക്കാൻ ശ്രമിക്കുക. അഥവാ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ നല്ല രൂപത്തിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിൽ പറ്റുന്നത് മിക്കവാറും ആളുകൾക്ക് പറ്റാൻ സാധ്യതയുള്ളത് ഈ സമയം 3.5 മണിക്കൂർ എന്നുള്ളത് പൂർണ്ണമായി മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇവിടെയും കൊടുത്തിട്ടുള്ള ഈ 6 എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും പ്രധാനം. ആ റിവിഷൻ എന്നുള്ളത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നൊക്കെ വെറുതെ ആവും. ആ രൂപത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, പൂർണ്ണമായി ഇതിൽ ഇൻവോൾവ് ആയി. നമുക്ക് ഈ ഒരു ടൈം ടേബിളിന്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും വിജയം ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും നല്ലൊരു വിജയം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.